നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തെ വിശ്വാസികളെയും കേരളത്തിലെ ഒട്ടാകെയുള്ള വിശ്വാസികളെയും വലിയ മാനസിക സമ്മർദ്ദത്തിലും മാനസിക പ്രയാസത്തിലുമൊക്കെ ആക്കിക്കൊണ്ടുള്ള ഒരു വിഷ്വൽ ഇന്നലെ നമ്മൾ ചാനലുകളിലൂടെ കാണാനിടയായി. ഇടപ്പഴഞ്ഞി ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ മതപാഠശാല നടക്കുന്ന സ്ഥലത്തുള്ള കൃഷ്ണനെ അടക്കം അടിച്ച് തകർത്ത് താഴെയിടുകയും അവിടെ നടന്നുകൊണ്ടിരുന്ന ഒരു പരിപാടിക്കിടയിൽ നിന്ന് ചില പ്രവർത്തകരെ പിടിച്ചുകൊണ്ടുപോയി മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച. ആ കാഴ്ച അവരുടെ മുഖം കണ്ടാൽ തന്നെ നമുക്ക് സങ്കടം തോന്നും. ഒപ്പം അവിടെ ചിതറിക്കിടക്കുന്ന ആധ്യാത്മിക ഗ്രന്ഥങ്ങളും കൃഷ്ണ വിഗ്രഹവും ഒക്കെ ആരുടെയും കരളിൽ വലിയ വിഷമം ഉണ്ടാക്കുന്നതാണ്, കരൾ അലിയിപ്പിക്കുന്നതാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹൈന്ദവ ബിംബങ്ങളെയും ഹൈന്ദവ ആരാധനയും ഹൈന്ദവ മൂർത്തികളെയും ഒക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോയത് എന്നുള്ളതാണ്. ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ സർക്കാർ തുടരുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത ഈ സമയത്ത് പോലീസിനെ ഈ നരനായാട്ടിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഈ തെരഞ്ഞെടുപ്പിൽ BJPയും ഹൈന്ദവ സംഘടനകളുമെല്ലാം ഉണ്ടാക്കിയ ഒരു മേൽക്കൈ, ഒരുപക്ഷെ BJPക്ക് ഗുണമുണ്ടാകുമെന്ന തരത്തിലുള്ള ഒരു പറച്ചിൽ, അത് വലിയ രീതിയിൽ ഇടതുപക്ഷത്തെ അസ്വസ്ഥമാക്കുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ നഷ്ടപ്പെട്ട അന്നു മുതൽ തന്നെ ഏതാണ്ട് ഹാലിളകിയ അവസ്ഥയിലാണ് കേരളത്തിലെ ഇടതുപക്ഷം. ആരെയും എന്തും ചെയ്യാമെന്ന അവസ്ഥ ഇപ്പോൾ തിരുവനന്തപുരത്ത് സംജാതമായിട്ടുണ്ട്. തലസ്ഥാന നഗരിയിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്ന് വ്യക്തമാകുന്നു. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് സമയത്ത് തുടങ്ങിയ ഒരു സംഘർഷം, അതിന്റെ തുടർച്ചയെന്നോണം നടന്ന പല സംഘർഷങ്ങളും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. വട്ടിയൂർക്കാവിലെ മലമുകളിൽ നടന്ന ഒരു പ്രശ്നം, അതായത് ഒരാളുടെ ഭാര്യയെ മറ്റ് അയൽവാസി തുണി പൊക്കി കാണിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു പ്രശ്നം. ആ പ്രശ്നത്തിൽ സംഘടനകൾ ഇടപെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് CPM ഗുണ്ടകൾ തടിച്ചുകൂടി വലിയ രീതിയിൽ ആക്രമണം നടത്തുന്നു. അതിന്റെ പിന്നാലെ അതിൽ ഉൾപ്പെട്ടവർ ക്ഷേത്ര ഭാരവാഹികളാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ക്ഷേത്രത്തിന്റെ ഭാരവാഹികളാണ് എന്ന് പറഞ്ഞ് ആരോപണം ഉന്നയിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് എത്തുന്ന SI ദീപു എന്നാണ് പേര്, വട്ടിയൂർക്കാവ് SI ആണ്. കഴിഞ്ഞ കുറേ നാളുകളായി നമുക്കറിയാം, IG നേരത്തെ ഉണ്ടായിരുന്ന DGP ശ്രീലേഖ ഒരു വിഷ്വൽ നേരത്തെ പുറത്തുവിട്ടിട്ടുണ്ട്. അയാളുടെ വിഷ്വൽ പുറത്തുവിട്ടിട്ടുണ്ട്. ഒപ്പം അവരയച്ച ചില മെസ്സേജുകളും അവർ സിറ്റി പോലീസ് കമ്മീഷണർക്കും DGPക്കും ഒക്കെ വ്യക്തമായി തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായും താൻ സമരത്തിന് വരും എന്ന രീതിയിൽ തന്നെയാണ് അവരുടെ മെസ്സേജുകൾ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കഴിഞ്ഞ കുറേ നാളുകളായി BJPയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും ഒക്കെ ആക്രമിച്ചുകൊണ്ട്, അതായത് BJPയും സംഘപരിവാറും വന്നാൽ കേരളം ഒട്ടാകെ കുഴപ്പമുണ്ടാകും എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാനുള്ള തരത്തിലുള്ള ചില കാരണങ്ങൾക്ക് കോപ്പ് കൂട്ടുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇടതുപക്ഷം എന്നും കേരളത്തിലെ ഇടതുപക്ഷം, കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. മറ്റൊരിടത്തും രാഷ്ട്രീയ സംഘർഷങ്ങളില്ല. കാരണം കേരളത്തിൽ ഇടതുപക്ഷം ഉള്ളത് കൊണ്ടാണ് ഇത്തരം രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാതെ BJP അല്ല രാഷ്ട്രീയ സംഘർഷങ്ങളുടെ കൊലപാതകങ്ങളുടെ ചുക്കാൻ പിടിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു പ്രശ്നം, അതിനെ സർക്കാരും പോലീസും ചേർന്ന് അടിച്ചമർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി വേണം ഇന്നലെ ഉണ്ടായ പ്രശ്നങ്ങളെ നമ്മൾ നോക്കിക്കാണേണ്ടത്. ഏതായാലും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഒരു വലിയ പ്രതിസന്ധി ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ബാലസുബ്രഹ്മണ്യം സ്വാമി ക്ഷേത്രവും ആ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ്, അതായത് അത് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കീഴിലാണ്. അപ്പോൾ ആ ക്ഷേത്ര സംരക്ഷണ സമിതിയും ഹൈന്ദവ സംഘടനകളും എല്ലാം ചേർന്ന് ഇന്ന് മ്യൂസിയത്തേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ മാർച്ചിൽ വളരെ പ്രധാനമായി ഉന്നയിക്കുന്ന പ്രധാന ആവശ്യങ്ങളിലൊന്ന്, ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ടായ ആ അക്രമങ്ങളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആരോപണ വിധേയനായിട്ടുള്ള SIയെ പുറത്താക്കുക എന്നത് തന്നെയാണ്. ഒരു നീതി നിർവഹണം നടത്തേണ്ട പോലീസ് ഉദ്യോഗസ്ഥൻ നീതി ഇല്ലാതാക്കാൻ ഒരു സൈഡ് പിടിച്ചുകൊണ്ട് വീണ്ടും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ, വർഗീയ കലാപം ഉണ്ടാക്കാൻ, സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അടുത്തത് നമുക്ക് വോട്ടെണ്ണൽ ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് വലിയ കലാപം ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ കോപ്പ് കൂട്ടാനുള്ള ശ്രമമാണോ അണിയറയിൽ ഒരുങ്ങുന്നതെന്ന സംശയവും ബാക്കിയാവുകയാണ്. BJPക്ക് പ്രാമുഖ്യം കിട്ടിയാൽ ഇപ്പോൾ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഭരിക്കുന്നത് കൊണ്ടാണ് കുഴപ്പമെല്ലാമെന്ന് വരുത്തി വെക്കാനുള്ള ശ്രമം നടത്തുകയാണ്. തെരുവുവിളക്കുകളുടെ കാര്യത്തിൽ മാധ്യമങ്ങളും അതിന് പിന്നിലുണ്ട്. തെരുവുവിളക്കുകളുടെ കാര്യത്തിലാണെങ്കിലും തെരുവു നായ്ക്കളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇത്തരത്തിൽ പലതരത്തിലുള്ള ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നു. തിരുവനന്തപുരം നഗരത്തിൽ ആകെ പ്രശ്നമാണെന്ന് ശിവൻകുട്ടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരു കോണിലൂടെ ശിവൻകുട്ടിയും കൂട്ടരും വഴക്കുണ്ടാക്കുകയും പ്രശ്നമുണ്ടാക്കുകയും പ്രതിസന്ധി ഉണ്ടാക്കുകയും ലൈറ്റുകളുടേതടക്കമുള്ള കോൺട്രാക്റ്റുകൾ 10-15 വർഷത്തേക്ക് നൽകുകയും എല്ലാ തോന്നിവാസം കാണിക്കുകയും ചെയ്ത ശേഷം പടിയിറങ്ങിപ്പോയ ശിവൻകുട്ടി
അതൊക്കെ എടുത്തു കാട്ടിക്കൊണ്ട് അതെല്ലാം കഴിഞ്ഞ 3 മാസമായി ഭരിക്കുന്ന BJP കൗൺസിലിന്റെ BJP മേയറുടെ തലയിൽ വെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ഉണ്ടാവണം, ശക്തമായ പ്രതിഷേധം ഉണ്ടാകണം. ഹൈന്ദവ ബിംബങ്ങളെയും ഹൈന്ദവ ക്ഷേത്രത്തെയും ഹൈന്ദവ ആരാധനാലയങ്ങളെയും കടന്നാക്രമിക്കുന്ന ഈ രീതിക്ക് അറുതി വന്നേ പറ്റൂ. അത് പോലീസായാലും പട്ടാളമായാലും ഭരണകൂടമായാലും പിണറായി വിജയനായാലും ആഭ്യന്തരമന്ത്രിയായാലും ആരൊക്കെയായാലും അത് തടയപ്പെടേണ്ടത് തന്നെയാണ്.